ഇന്ത്യ ഇന്ന് ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ്. ആഗോളതലത്തിൽ യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ആഞ്ഞടിക്കുമ്പോൾ ഇന്ത്യ തകരുമെന്നും വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്നും പ്രവചിച്ചവർക്ക് മുന്നിലേക്ക് മോദി സർക്കാർ ഒരു വജ്രായുധം എടുത്ത് വീശിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ കുറച്ചു കാലമായി പറഞ്ഞു നടന്നത് എന്താണ്? യുദ്ധം കാരണം രാജ്യം വലിയ വിപത്തിലേക്ക് പോവുകയാണെന്നും ഇന്ധനവില വർധനവിൽ രാജ്യം തകരുമെന്നൊക്കെയായിരുന്നു അവരുടെ വിലാപങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും ചെയ്യുന്നില്ലെന്നും കണ്ണടച്ചിരിക്കുകയാണെന്നും അവർ ആവർത്തിച്ച് കുറ്റപ്പെടുത്തി. എന്നാൽ വിമർശകരെ, നിങ്ങളൊക്കെ ഇതൊന്ന് കണ്ണു തുറന്ന് കാണുക. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയൊരു യുഗത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യം ഇനി 100% എഥനോൾ യുഗത്തിലേക്ക് ചുവടുവെക്കുകയാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനം കൊണ്ട് ഇന്ത്യൻ വാഹനങ്ങൾ കുതിച്ചു പായാൻ പോകുന്ന ആ ചരിത്ര വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമ്പോൾ, പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. ഈ പ്രതിസന്ധിയെ ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെയുള്ള പ്രതിപക്ഷം ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കിയത്. ഇന്ത്യ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് പോവുകയാണെന്ന് അവർ പ്രചരിപ്പിച്ചു. എന്നാൽ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്നതാണ് മോദി ഭരണത്തിന്റെ ശൈലി. വിമർശകർ പാർലമെന്റിലും തെരുവിലും ബഹളം വെച്ചുകൊണ്ടിരുന്നപ്പോൾ കേന്ദ്ര സർക്കാർ നിശബ്ദമായി. എന്നാൽ അതീവ ശക്തമായ ഒരു ബദൽ മാർഗത്തിനായുള്ള ചുവടുവെപ്പുകൾ നടത്തുകയായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്കായുള്ള 100% എഥനോൾ ഇന്ധന നയം. കഴിഞ്ഞ മാസമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഈ ചരിത്ര ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഇതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ഭാരതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ഒരുപടി കൂടി അടുത്തു കഴിഞ്ഞു. എന്താണ് ഈ വിപ്ലവം എന്ന് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാം. നമ്മൾ സാധാരണയായി വണ്ടികളിൽ അടിക്കുന്നത് പെട്രോളും ഡീസലുമാണ്. ഇത് ഭാരതത്തിൽ ഉണ്ടാക്കുന്നതല്ല. അറബ് രാജ്യങ്ങളിൽ നിന്നും മറ്റും നമ്മൾ വൻ വില കൊടുത്തു വാങ്ങുന്ന അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. എന്നാൽ മോദി സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പദ്ധതി പ്രകാരം ഇനി പെട്രോളിന് പകരം 100% എഥനോൾ ഉപയോഗിച്ച് വണ്ടികൾ ഓടിക്കാൻ സാധിക്കും. എന്താണ് ഈ എഥനോൾ? നമ്മുടെ നാട്ടിലെ കർഷകർ വിളവെടുക്കുന്ന കരിമ്പ്, ചോളം, നെല്ല്, മരച്ചീനി എന്നിവയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരുതരം ജൈവ ഇന്ധനമാണിത്. ഇത്രയും കാലം വിദേശത്ത് നിന്ന് വന്നിരുന്ന ഇന്ധനത്തിന് പകരം ഇനി നമ്മുടെ നാട്ടിലെ പാടത്തും പറമ്പിലും വിളയുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വണ്ടികൾ ഓടും. ഇതാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്ന യഥാർത്ഥ ആത്മനിർഭർ ഭാരതം. പ്രതിവർഷം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് അസംസ്കൃത എണ്ണ ഇറക്കുമതിക്കായി മാത്രം ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ എഥനോൾ വിപ്ലവത്തിലൂടെ പ്രതിവർഷം 22 ലക്ഷം കോടി രൂപ വരെ രാജ്യത്തിന് ലാഭിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, പ്രതിപക്ഷം രാജ്യം തകരുമെന്ന് പറഞ്ഞപ്പോൾ 22 ലക്ഷം രൂപ രാജ്യത്തിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. നിലവിൽ എഥനോൾ ബ്ലെൻഡിങ്ങിലൂടെ മാത്രം അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ 1 ലക്ഷം കോടിയിലധികം രൂപ രാജ്യത്തിന് ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെറുമൊരു പ്രഖ്യാപനമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കാൻ പോകുന്നതാണ്. ലോകത്തിലെ വൻ ശക്തികൾ പോലും ഇന്ധന പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിക്കുന്നത് എന്നോർക്കണം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം ആർക്കാണെന്ന് അറിയുമ്പോഴാണ് നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയുടെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുക. എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പ്, ചോളം, നെല്ല്, മരച്ചീനി തുടങ്ങിയ കാർഷിക വിളകളിൽ നിന്നാണല്ലോ. അതായത് നമ്മൾ ഇന്ധനത്തിനായി വിദേശ രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന പണം ഇനി നേരിട്ട് ചെന്നെത്താൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ കർഷകരുടെ കൈകളിലേക്കാണ്. ഈ പദ്ധതി വഴി ഇതിനകം തന്നെ കർഷകർക്ക് ഏകദേശം 80,000 കോടി രൂപയുടെ വരുമാനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ രാജ്യത്തെ കരിമ്പ് കർഷകർക്കും മറ്റും കർഷകർക്കും ഇതൊരു വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് വഴി തുറക്കും. കർഷകരെ ഇന്ധന ഉൽപാദകരാക്കി മാറ്റുന്ന ഈ വിപ്ലവത്തെയാണ് പ്രതിപക്ഷം കാണാതെ പോയത്. കേന്ദ്ര സർക്കാർ ഈ നയപ്രഖ്യാപനത്തോടെ ഇന്ത്യൻ വാഹന വിപണിയും പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. 100% എഥനോളിൽ ഓടുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണവും വിൽപ്പനയും ആരംഭിക്കാൻ രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം നിർദ്ദേശം നൽകി കഴിഞ്ഞു. മാരുതി സുസുക്കി ഇതിനകം തന്നെ ഇന്ധനത്തിൽ ഓടുന്ന രാജ്യത്തെ ആദ്യത്തെ പരിഷ്കരിച്ച വാഗൺ ആർ കാർ പുറത്തിറക്കി കഴിഞ്ഞു. ടൊയോട്ട, സുസുക്കി, MG തുടങ്ങിയ വമ്പൻ കമ്പനികളെല്ലാം തങ്ങളുടെ വാഹനങ്ങൾ വിപണിയിലെത്തിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയ ഈ ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതികവിദ്യ ഇനി ഭാരതത്തിലെ തെരുവുകളെയും കീഴടക്കാൻ പോവുകയാണ്.
പുതിയൊരു സാങ്കേതിക വിദ്യ പൂർണ്ണ തോതിൽ നടപ്പിലാക്കുമ്പോൾ രാജ്യത്തുടനീളം പ്രത്യേക പമ്പുകൾ സ്ഥാപിക്കുന്നതിലും എഞ്ചിൻ നിയന്ത്രണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിലും ചില സാങ്കേതിക വെല്ലുവിളികൾ മുന്നിലുണ്ട്. എങ്കിലും അസാധ്യമായതിനെ സാധ്യമാക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ശൈലി. ഇന്ധന ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും നമ്മുടെ കർഷകരെ സാമ്പത്തികമായി ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ഈ വിപ്ലവകരമായ നീക്കത്തെ രാജ്യം ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് രാജ്യം പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കിയ നേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ: രാഷ്ട്രീയം മാറ്റിവെച്ച് വികസനത്തിന്റെ ഈ പുതിയ പാതയിലേക്ക് നിങ്ങളും കണ്ണു തുറന്ന് നോക്കുക. പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ കുറേ കാലമായി പ്രവചിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധമാണ്, റഷ്യ-യുക്രൈൻ പ്രതിസന്ധിയാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ പെട്രോൾ വില കൂടും, രാജ്യം പട്ടിണിയിലാവും എന്നൊക്കെയായിരുന്നു. അവർ ജനങ്ങളെ പേടിപ്പിച്ച് രാഷ്ട്രീയം കളിക്കാൻ നോക്കി. എന്നാൽ മോദി സർക്കാർ എന്താണ് ചെയ്തത്? പ്രതിപക്ഷം ഭയന്ന സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ ഇന്ധനത്തിന്റെ പരമാധികാരം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ സ്വന്തം കൈകളിലേക്ക് എടുത്തു. പെട്രോളിന്റെ വില ഗൾഫ് രാജ്യങ്ങളിലെ യുദ്ധത്തെ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഈ എഥനോൾ വിപ്ലവത്തോടെ മാറ്റം വരും. ഇന്ധനവില നിയന്ത്രിക്കാനുള്ള താക്കോൽ ഇനി അറബ് രാജ്യങ്ങളുടെ കയ്യിലല്ല, ഇന്ത്യയിലെ കർഷകരുടെ കൈകളിലാണ്. വിലക്കയറ്റത്തെക്കുറിച്ച് പേടിച്ചവർ ഈ ദീർഘവീക്ഷണത്തിന് മുന്നിൽ മറുപടിയില്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു കാര്യം ഉറപ്പാണ്: പണ്ട് ഇന്ത്യ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്, മോദി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിദേശ മാധ്യമങ്ങളിൽ വരെ പോയി രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയവർ ഇന്ന് ഈ കർഷക വിപ്ലവം കണ്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം അവർ എപ്പോഴും പ്രതിസന്ധികളെക്കുറിച്ച് മാത്രം സംസാരിച്ചപ്പോൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഈ പുതിയ ഇന്ധന വിപ്ലവത്തോടെ ഭാരതം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണ്. ഈ മാറ്റത്തിൽ പങ്കാളികളാകാൻ നിങ്ങളും തയ്യാറല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.